friends, എല്ലാവർക്കും റീസെന്റ് ഐഡിയാസിലേക്ക് സ്വാഗതം. ഞാൻ അമൽ, ഞാൻ ബെസ്റ്റി. ഫ്രണ്ട്സ്, നമ്മൾ കുറെ തരത്തിലുള്ള അക്വേറിയം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആർക്ലിക് ഷീറ്റ് കൊണ്ടാണ് അക്വേറിയം ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നേരെ വീഡിയോയിലേക്ക് വിടാം. ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് വേണ്ടത് 2 സ്ക്വയർ പാത്തേര പീസാണ്. ഇതാണ് നമുക്ക് നമ്മുടെ അക്വേറിയത്തിൻ്റെ സൈഡായിട്ട് ഉപയോഗിക്കാൻ പോകണേ. പിന്നെ 2 ആർക്ലിക് ഷീറ്റിൻ്റെ ചെറിയ പീസും വേണം. ഇപ്പോൾ നമ്മളതിൻ്റെ കോട്ടിങ് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഇപ്പം നമ്മളതിൽ സിലിക്കോൺ അപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എല്ലാ വശത്തെത്തുന്ന രീതിയിൽ നമ്മൾ നല്ല രീതിയിൽ സിലിക്കോൺ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ആ സ്ക്വയർ പാത്തിയും പിന്നെ ആ ബേസിലും തമ്മിൽ നമ്മൾ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ PVCയുടെ ബേസ് നമ്മൾ അതിൽ വെക്കാം. അത് ഏകദേശം ആ ആർക്ലിക് ഷീറ്റിൻ്റെ സെൻറ്റർ ചെയ്ത് വെച്ചിട്ട് നമുക്കൊന്ന് ചെറുതായിട്ട് കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് സിലിക്കോൺ അതിലെല്ലായിടത്തും വരുന്ന രീതിയിൽ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ സൈഡുകളിൽ നമ്മുടെ സിലിക്കോൺ അപ്ലൈ ചെയ്തിട്ട് ആ ബേസിലേക്ക് യോജിപ്പിക്കാം. രണ്ട് സൈഡിലും നമ്മൾ നന്നായിട്ട് സിലിക്കോൺ അപ്ലൈ ചെയ്യാം. സിലിക്കോൺ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കത് അതിൻ്റെ ബേസോടായിട്ട് യോജിപ്പിക്കാം. ഇനി ആ ജോയിൻറ്റിൽ നമുക്ക് നല്ല രീതിയിൽ സിലിക്കോൺ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നല്ല രീതിയിൽ സിലിക്കോൺ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് പരത്തി കൊടുക്കാം. ഒരു വിരൽ ഉപയോഗിച്ചിട്ട് എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ. നമ്മൾ ഇപ്പോൾ ഈ സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതൊന്ന് ഉണങ്ങാൻ വെക്കണം. അപ്പോൾ അത് ഒരൊറ്റ ഫ്രെയിമായി മാറും. അതിന് വേണ്ടിയാണ് നമ്മൾ ഉണങ്ങാൻ വെക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ ആർക്ലിക് ഷീറ്റ് കട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ സിലിക്കോൺ കഴിഞ്ഞിട്ട് അത് ഉണക്കാൻ വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ആർക്ലിക് ഷീറ്റ് ആ ഫ്രെയിമിന് കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളത് ഒരു റെക്റ്റാങ്കിൾ ആർക്ലിക് ഷീറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ മാർക്ക് ചെയ്യണം. മാർക്ക് ചെയ്തതിനനുസരിച്ച് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ കൃത്യ അളവിന് ആർക്ലിക് ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാത്തിയിലേക്ക് സൂപ്പർ ഗ്ലൂ ആഡ് ചെയ്യാം. ഈ സൂപ്പർ ഗ്ലൂ ആണ് ആർക്ലിക് ഷീറ്റും പാത്തിയുമായി ഹോൾഡ് ചെയ്ത് നിർത്തണം. അതിനുശേഷം നമ്മൾ സിലിക്കോൺ വെച്ച് വാട്ടർ പ്രൂഫിങ് നടക്കുകയാണ് ചെയ്യുക. അപ്പോൾ നല്ല രീതിയിൽ എല്ലാ വശത്തും നമുക്ക് സൂപ്പർ ഗ്ലൂ ആഡ് ചെയ്യാം. നമുക്ക് നമ്മുടെ ആർക്ലിക് ഷീറ്റ് അതിൽ കൃത്യമായിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കാം. നമ്മൾ പശ ഒട്ടിച്ചതിന് ശേഷം അതിൻ്റെ സൈഡൊക്കെ നമ്മൾ പ്രസ് ചെയ്ത് അത് അതിൽ ഫ്രെയിമിൽ തന്നെ ആക്കി വെക്കുക. ഇപ്പോൾ നമ്മൾ അതിൻ്റെ കോട്ടിങ് ചെറുതായിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ പശ ഒട്ടിക്കുമ്പോൾ ഗ്ലാസ്സിക്ക് വരാണ്ടിരിക്കാനാണ്. ഇതേമാതിരി തന്നെ നമ്മൾ അപ്പുറത്തെ സൈഡിലും ഗ്ലാസ് ഒട്ടിക്കുക. ഇനി നമുക്ക് അതിൻ്റെ ഉള്ളിൽ വാട്ടർ പ്രൂഫിങ്ങിനായിട്ട് സിലിക്കോൺ ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിൽ സിലിക്കോൺ വെച്ച് സീൽ ചെയ്യാം. നമുക്ക് അതിൻ്റെ ബേസിലും സൈഡിലൊക്കെ നല്ല രീതിയിൽ സിലിക്കോൺ അപ്ലൈ ചെയ്യാം. സിലിക്കോൺ ഉപയോഗിച്ച് സീൽ ചെയ്ത ശേഷം നമുക്ക് അതൊരു വിരൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പരത്തി കൊടുക്കാം. അകത്തൊക്കെ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് പുറത്തും സിലിക്കോൺ വെച്ച് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഞങ്ങളിപ്പോൾ 2 അൽബോര മേലെ അത് കയറ്റി വെച്ച് ഒത്തിരി ഉയരത്തിൽ വെച്ചിട്ടാണ് ഞങ്ങൾ സീലിംഗ് ചെയ്യണേ.
അപ്പോൾ നമുക്ക് എല്ലാ സൈഡുകളും നല്ല രീതിയിൽ സിൽക്ക് ഉപയോഗിച്ച് സീൽ ചെയ്യാം. സിലിക്കോൺ തേച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ല രീതിയിൽ വിരൽ ഉപയോഗിച്ചിട്ട് പരത്തി കൊടുക്കാം. ഇപ്പം നമ്മൾ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത് അത് ഉണങ്ങിയ ശേഷം നമുക്ക് അതിൻ്റെ പുറത്തുള്ള കോട്ടിങ് നമുക്ക് റിമൂവ് ചെയ്യാം. നമ്മൾ അകത്തെയും പുറത്തെയൊക്കെ കോട്ടിങ് റിമൂവ് ചെയ്യണം. നമ്മളിപ്പോൾ നമ്മുടെ ആർക്ലിക് ഷീറ്റിൻ്റെ കോട്ടിങ് കളഞ്ഞു. നോക്കുമ്പോൾ നല്ല ക്ലിയർ ആണ് സാധനം. അപ്പോൾ ഇത് നമ്മളെ ഡെക്കറേഷന് വേണ്ടി മാറ്റി വെച്ച കല്ലുകളാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൽ വെള്ളം വല്ല ലീക്ക് ഉണ്ടോ എന്നൊക്കെ നോക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം നിറച്ച് നോക്കുകയാണ്. നമ്മൾ കപ്പ് കൊണ്ട് മെല്ലെ സാവധാനം ആണ് വെള്ളം നിറക്കുന്നത്. വല്ലാണ്ട് പ്രഷർ വരാണ്ടിരിക്കാനും കൂടിയാണത്. നമ്മൾ നോക്കുമ്പോൾ ലീക്കൊന്നും ഇല്ലാത്ത കാരണം ഞങ്ങൾ ഇനി ഡെക്കറേഷനിലേക്കാണ് കിടക്കണേ. അപ്പോൾ നമ്മൾ അക്വാറിയത്തിലൊക്കെ ഇടുന്ന കല്ലുകളും ചെടികളൊക്കെ ഇട്ടിട്ട് നമ്മുടെ ടാങ്ക് ഡെക്കറേറ്റ് ചെയ്യാൻ പോവാണ്. ഇപ്പം നമ്മൾ നമ്മുടെ ടാങ്കിലേക്ക് പ്ലാസ്റ്റിക്കിൻ്റെ കൊടി പ്ലാന്റ്സ് ഒക്കെ ഇടാണ്. ശംഖും കക്കയൊക്കെ ആയിട്ട് നമ്മൾ നമ്മുടെ ടാങ്ക് ഏറ്റവും ഭംഗിയാക്കി മാറ്റാണ് നമ്മൾ. നമ്മളിപ്പോൾ നമ്മുടെ അക്വാറിയത്തിലേക്ക് ഗപ്പികളെ ഇടാൻ പോവാണ്. അത് നല്ല രീതിയിൽ എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മൾ ചെറിയ ലൈറ്റും അതിൻ്റെ ഒപ്പം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും വീഡിയോ കമന്റ് ചെയ്യുക. നമ്മളുടെ പുതുപുത്തൻ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അത് സൈനിങ് ഔട്ട്.